ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ സ്റ്റഡി റൂം ടൂർ കണ്ടാലോ. അപ്പം വലുതായിട്ടൊന്നുമില്ല, ഒരു കൊച്ചു മുറിയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതും അതുപോലെ വായിക്കുന്നതും വർക്കുകൾ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു റൂമിലാണ്. ഞാൻ എൻ്റെ പകുതി സമയം ബെഡ്റൂമിലാണ്, പക്ഷേ ബാക്കി എൻ്റെ സാധനങ്ങളും സാമഗ്രികളും എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഇതായിട്ട് എൻ്റെ സ്റ്റഡി റൂം ടൂർ കാണാം. അപ്പം എല്ലാവരും വാ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി റൂം. ഇത് അപ്പർ പോർഷനാണ്, മുകളിലത്തെ നിലയിലാണ്. ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ആൻഡ് വയലറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. ഗ്രീൻ വോൾ വന്നിട്ട് വയലറ്റ് ആൻഡ് വൈറ്റ് കർട്ടൻ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യത്തെ ഈ ഒരു സൈഡിൽ എൻ്റെ വൈറ്റ് ബോർഡാണ്, ഞാൻ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുന്ന വൈറ്റ് ബോർഡാണ്. ഇതിനകത്തെന്ന് പറയുന്നത് അതിൻ്റെ മാർക്കർ പെന്നും ടെസ്റ്ററും ആവഹ സാധനങ്ങളൊക്കെ അതിനകത്ത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഒരു ബുദ്ധൻ്റെ ഒരു ഫ്രെയിമുണ്ട്. അത് ഈ റൂം പെയിൻ്റ് അടിച്ച സമയത്തെ വെച്ച ഒരു ഫ്രെയിമാണ്, ഒരു ബുദ്ധൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധനെ. അപ്പം അത് ആ ഒരു ഫ്രെയിം ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഒരു കലണ്ടറും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഈ നമ്മൾ കടപ്പുറത്തൊക്കെ പോയപ്പോൾ കിട്ടിയ കുറച്ച് ഷെൽസൊക്കെ വെച്ചിട്ട് ഒരു കുപ്പിയുടെ അടപ്പിലുണ്ടാക്കിയതാണ്. പിന്നെ ഹലോ സൺഷൈൻ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു പടം, പിന്നെ 2 മൂങ്ങ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സൈഡിൽ. ഇവിടുന്ന് നേരെ താഴോട്ട് വരുമ്പം കാണുന്നത് എൻ്റെ ബുക്സും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു കോർണറിൽ കുറച്ച് മയിൽപീലിയുണ്ട്. അപ്പോൾ ഇതെൻ്റെ അനാട്ടമിയുടെ ടെക്സ്റ്റാണ്. ഇത് ജനറൽ അനാട്ടമിയുടെ ഹാൻഡ് ബുക്കാണ്, വേറെ എല്ലാ 4 ടെക്സ്റ്റ് ഉണ്ട്. ഇത് ഹാൻഡ് ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ബുക്കുണ്ട്. അപ്പം ഇത് ഞാൻ ആദ്യം OT പഠിച്ചുകൊണ്ടിരുന്ന വേറൊരു കോളേജിലായിരുന്നു. അവിടെ ഞാൻ ക്വിറ്റ് ചെയ്തതായിരുന്നു. എനിക്കത് ഭയങ്കര ട്രാവലിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഒരുപാട് ദൂരമായിരുന്നു. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു സെസ്കോപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ പിള്ളേരുടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ അന്ന് ഓപ്പൺ ചെയ്ത ഡെയിലി പ്ലാനറില്ലേ, ഞാൻ വാങ്ങുന്ന വീഡിയോ ഇട്ടിരുന്നല്ലോ, ആ പ്ലാനറുണ്ട്. പിന്നെ ഞാൻ അന്ന് അവിടെ ചെയ്ത കുറേ അസൈൻമെൻറ്റ്സും അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും പടവും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അസൈൻമെൻറ്റ്സ് ഒക്കെ ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കോഴ്സ് പഠിച്ചാലും അതിൻ്റെ എല്ലാം സിലബസ് എടുത്തു വെക്കും. അങ്ങനെ OTയുടെയും സിലബസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിലബസും ഇവിടെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അസൈൻമെൻറ്റ്സും ഉണ്ട്. അത്രയാണ് ഈ ഒരു ടേബിളിൽ ഈ ഒരു കോർണർ. പിന്നെ കുറേ സ്കെയിലും ഉണ്ട്. അപ്പോൾ എത്രയാണ് ഈ കോർണറിൽ വരുന്നത്. ആ സ്പേസ് കഴിഞ്ഞിട്ട് ഈ കോർണർ എന്ന് പറഞ്ഞാൽ ഇത് നേരെ നമ്മളുടെ ഗേറ്റിൻ്റെ റോഡിലോട്ട് കാണുന്ന കോർണറാണ്. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അവിടെ നേരെ കാണുന്ന ഞങ്ങളുടെ ബൈ റോഡാണ്, വീടിൻ്റെ ഫ്രണ്ട് വശത്തെ റോഡാണ്. അപ്പോൾ രാത്രിയൊക്കെ ആൾക്കാർ പോകുന്നതും വണ്ടിയും അതും ഇതും എല്ലാം കാണാം. പിന്നെ എൻ്റെ ടേബിളിൽ അവിടെ ഒരു പട്ടിക്കുട്ടി ഇരിപ്പുണ്ട്. പിന്നെ ഒരു ചെറിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. പിന്നെ ഒരു സ്പിന്നറുണ്ട്. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് അശ്വതി ശ്രീകാന്തിൻ്റെ കാടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒറ്റയടിക്ക് വായിച്ച് തീർക്കത്തില്ല, ഇതിലെങ്ങാണ്ട് 9 അധ്യായങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് വായിക്കും. പിന്നെ എൻ്റെ ലാപ്പ് ഇരിപ്പുണ്ട്, ഫിലിം കണ്ടിട്ട് വെച്ചാൽ. പിന്നെന്താ, ഇവിടെ ഒരു കോർണറിൽ ഒരു ഓർഗനൈസറിനകത്ത് ഒരു കപ്പും. പിന്നെ എൻ്റെ കുഞ്ഞിലെ അല്ല, ഞാൻ 6th 7th പഠിക്കുമ്പം എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ഡിക്ഷണറി ആയത്. അത് ഞാനിങ്ങനെ ബ്രൗൺ പേപ്പറൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഡിക്ഷണറി. പിന്നെ ഈ ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ കപ്പായിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു കപ്പായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പം ഇതിനകത്ത് കോഫി ഒഴിച്ചപ്പോൾ ഈ കപ്പിൽ ഭയങ്കര ലീക്കേജ്. പിന്നെ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ നടന്നൊന്നുമില്ല. നോൾട്ടയുടെ ഒരു കപ്പായിരുന്നു. ഇറ്റ്സ് എ കോഫി ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു നോട്ട് പാഡുണ്ട്, സ്റ്റിക്കി നോട്ട്സ്. ഇത് എഴുതത്തൊന്നുമില്ല, ചുമ്മാ വെച്ചിരിക്കുന്ന. പിന്നെ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ഗൂഗിളിൻ്റെ ഫിലിമിൽ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചേക്കുന്നതാണ്, ഞാനും പിള്ളേരും. പിന്നെ ഇവിടെ എക്സ്റ്റൻഷൻ കോഡിന് എൻ്റെ പ്ലഗ്, പിന്നെ തിരുവചനം. അപ്പം ഈ ഒരു സ്പേസിൽ ഇത്രയേ ഉള്ളൂ. ഇത് പഴയ ഒരു ടേബിളാണ്, വളരെ പഴയ ടേബിളാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് വരുമ്പം എൻ്റെ കുറേ കുഞ്ഞിലത്തെ ഫോട്ടോസാണ്. ഇതിലും വലുതായിട്ടുള്ള ഇങ്ങനത്തെ ഫോട്ടോസ് ഇല്ല എൻ്റെ കയ്യിൽ. കുറേയൊക്കെ നശിക്കാൻ തുടങ്ങി. അപ്പം വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടെന്നേ. പിന്നെ അടുത്ത കോർണറിലോട്ട് വരുമ്പോൾ ഇതും ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ്, 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ എൻ്റെ ഒരു പഴയ ട്രൈപോഡ്, അത് പൊട്ടിപ്പോയായിരുന്നു. അതിൽ ഒരു MDFൻ്റെ ബോർഡ് ഒട്ടിച്ചിട്ട് ഞാനൊരു ശിവനെ, പാർവതിയും മുരുകനെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ
കോർണർ ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ വേറൊരു സാധനം ഉണ്ട്, അത് കാണിച്ചു തരാം. ദേ ഇത് വന്നിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം ഈ ടേബിളിൽ ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതിങ്ങനെ വാങ്ങി. ഇതന്ന് ഞാൻ ഉണ്ടാക്കിയ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ടിൽ, അപ്പോൾ കാണാത്തവർ കാണണേ. ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നൊരു ക്യാൻഡിലുണ്ട്, പിന്നെ ഒരു കോഴിക്കുഞ്ഞുണ്ട്, പിന്നെ വീണ്ടും ഒരു 2-3 ക്യാൻഡിലുകൾ ഇരിപ്പുണ്ട്. 4 ക്യാൻഡിൽ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. 3 എണ്ണം കത്തിക്കുന്നതും ഒരു ബാറ്ററിയുടെയും. പിന്നെ ഒരു വിശുദ്ധ കുർബാന ക്രമം ഇരിപ്പുണ്ട്. പിന്നെ ഒരു പാവ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അന്ന് ചെയ്ത ലിപ്പനാട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതേ ലിയയുടെ മറ്റേ അഗർബത്തീസ് അല്ലല്ലോ, അഗർബത്തീസ് നല്ലല്ലോ ഇനി പറയുന്നത് കോൺസ് കത്തിക്കുന്ന കോൺസ് ഇരിപ്പുണ്ട്. പിന്നെ ഈ ഇതിലോട്ട് വരുമ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ വരുമ്പോൾ എൻ്റെ പെയിൻറ്റിങ് ബ്രഷും ചാർക്കോൾ പെൻസിലും, പിന്നെ ഇതിനകത്ത് അരച്ച് പേന, ഇതിനകത്ത് കുറേ ടേപ്പ്, എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ ആക്രിലിക് കളേഴ്സ്, കുറേ ചാർട്ട്, പിന്നെ ഒരു ടേപ്പ് ഡിസ്പെൻസർ ഉണ്ട്, കുറേ ഹൈലൈറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ കുറേ അൽക്കലോത്ത് സാധനങ്ങളുണ്ട്. ഒരു പാത്രം നിറച്ച് ഗ്ലൂ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ടേപ്പും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് കുറച്ച് കാൽക്കുലേറ്റർ, അത് ഇത് അൽക്കലോത്ത് സാധനങ്ങൾ അതൊക്കെ. പിന്നെ ഒരു ടേപ്പ് ഡിസ്പെൻസറും പറഞ്ഞല്ലോ. പിന്നെ വേണ്ടേ, ഇത് എൻ്റെ റെസിനാർട്ടിൻ്റെ മോൾഡാണ്. പിന്നെ ഈ ടേപ്പ് ഡിസ്പെൻസറിനകത്ത് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തോ ആണെന്ന് ഓർക്കുന്നില്ല. അതിനകത്ത് കുറേ വർക്ക് ചെയ്യാനുള്ള ഐസ്ക്രീം സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതിനകത്തും ഇത് കുറേ സ്റ്റിക്കേഴ്സും വിഷസിനും അതും ഇതുമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് വെച്ചേക്കാം, എനക്കാൻ പോണ്ട. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അന്ന് വാങ്ങിച്ചതിന് പക്ഷേ വലിയ മണമൊന്നും ഇല്ല കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിന് വലിയ മണമൊന്നുമില്ല. എയുടെയും ആക്രിലിക്കിൻ്റെയും ടൂൾസൊക്കെയാണ്. ഇതൊന്നും പറ്റി ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല, ചുമ്മാ കാണുമ്പോൾ വാങ്ങിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് നമ്മുടെ വൂളൻ ത്രെഡാണ്, അതും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്കെച്ചുകളാണ് താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ അവിടെ വെക്കാം. കോർണറിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ജനലുണ്ട്. അത് നമ്മൾ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങും മാവും അതും ഇതുമൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. ഇപ്പം തുറന്നിട്ട് കഴിഞ്ഞാൽ സൗണ്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഈ പില്ലർ പണിത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാനായിട്ടും വായിക്കാനൊക്കെ നല്ല കാറ്റും തണുപ്പൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വായിക്കാനും ഒക്കെ ആയിട്ടൊരു സ്ലാബ് വെച്ചിട്ട് ഒരു ഗ്രാനൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇരിക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ്. പിന്നെ ഇവിടെ വേറൊരു ടേബിൾ കിടപ്പുണ്ട്. 1, 2, 3 ടേബിളുണ്ട് ഇവിടെ. ആ ടേബിളിലും 2 ചെടികളുണ്ട്. ഈ ചെടികൾക്ക് അകത്തിരിക്കുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കിൻഡർ ജോയോടെ കിട്ടിയതാണ്. ഇത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അങ്ങ് എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു കപ്പിരിപ്പുണ്ട്. ഇവിടെ വീണ്ടും ഒരു ചെടിയുണ്ട്, എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ആ സാധനം കിടപ്പുണ്ട്. അവിടെ കുറച്ച് ചന്ദനം ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഗണപതിയാണ്. ഇവിടെ ഒരു പരമല തിരുമേനി യേശുവിൻ്റെയൊക്കെ 3D എഫക്റ്റ് വരുന്നൊരു ഫോട്ടോ. പിന്നെ കുറച്ച് മയിൽപ്പീലി. ഇത് ഞാൻ വന്നിട്ട് ഞങ്ങൾ റീസെൻ്റായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പളനി പോയപ്പോൾ കാവടി കെട്ടിയതാണ്. പിന്നെ ഇവിടെ ഞാൻ വരച്ച ഒരു ഞാൻ വരച്ച ഒരു പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ കഥകളിയും തെയ്യവും ശരിയായിട്ടില്ല എന്ന് തോന്നിയോണ്ടെടുത്ത് ഇതങ്ങ് ഇളകിപ്പോവും. അവിടെ ഭിത്തിയിൽ മറ്റേതിൻ്റെ കൂടെ ആ വോളിലിരുന്ന സാധനം, പക്ഷേ ഇതങ്ങ് ഇളകി പോവായിരുന്നു. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഈ വോളിൽ ഞാൻ അന്ന് വാങ്ങിയത്, ഞാനതും ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോർ ഇഷ്യൂ ദാൻ ഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് മ്യൂസിക്കിൻ്റെ. പിന്നെ ഇവിടെ എൻ്റെ ട്രൈപോഡ് ലൈറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ. പിന്നെ ഇവിടെ ഒരു ബെഡുണ്ട്. അതെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചാർട്ട് പേപ്പർ എപ്പോഴും വേണം. ഞാനപ്പം അതുകൊണ്ട് 3 സെറ്റ് ചാർട്ട് പേപ്പറൊക്കെ ഇതേലാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്റ്റഡി റൂം. അപ്പം ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഞാൻ പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്തു, ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാനും ഒക്കെ തുടങ്ങണം, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിനുമായിട്ട് മുറിയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കിയപ്പം ഞാനൊരു സ്റ്റഡി റൂം ടൂർ എടുത്ത. അപ്പോൾ അത്രയേ ഉള്ളൂ.